എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ അയൺ പാത്രങ്ങൾ എങ്ങനെയാണ് സീസണിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, തുരുമ്പൊന്നും പിടിക്കാതെ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നെല്ലാമാണ് കാണിക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് ഷീറ്റ് അയണിൻ്റെ പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒരു 4 പാത്രമാണ്. അതിൽ വരുന്നത് ഒരു കടായി, ഒരു ദോശക്കല്ല്, അതിൽ നമ്മൾ ചപ്പാത്തിയും പത്തിരിയും ദോശയും എല്ലാം ചുട്ടെടുക്കാം. പിന്നെ ഒരു സ്ക്വയർ പാനും ഒരു ഉണ്ണിയാപ്പ ചട്ടിയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഷീറ്റ് അയണാണ്. ഷീറ്റ് അയൺ എന്ന് വെച്ചാൽ 100% അയൺ പാത്രങ്ങളാണ്. അപ്പോൾ ആ ഷീറ്റ് അയൺ പാത്രങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി കാണാൻ നല്ല ഭംഗിയും അതിലൊരു വുഡൻ്റെ ഹാൻഡിലും കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാധനങ്ങൾ ഈ പാത്രങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ പാത്രങ്ങളുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിതുപോലെ സീസണിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിനെയും കാട്ടിലും സൂപ്പറായ പാത്രമാണ്. ഇതിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ അയൺ സത്തുക്കൾ നമ്മുടെ ശരീരത്ത് അകത്തേക്ക് പോവുകയും ഭക്ഷണത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പം മൺപാത്രത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാത്രമാണ് നമ്മുടെ അയൺ പാത്രങ്ങൾ. അപ്പോൾ കൂടുതലും നമ്മുടെ വീട്ടിൽ അയൺ പാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒരു പാത്രമെങ്കിലും നമ്മുടെ വീട്ടിൽ അയൺ പാത്രം വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് സീസണിങ് ചെയ്തെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം തന്നെ പാത്രങ്ങൾ ഒരു 3 to 4 ടൈംസ് നമ്മുടെ സോപ്പ് ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ സ്പോഞ്ച് സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് ഉരച്ച് കഴുകിയെടുക്കുക. കമ്പിച്ചേരി ഇടരുത്. നല്ലപോലെ ഒരു തേച്ച് കഴുകിയതിന് ശേഷം ഒരു 3 to 4 പ്രാവശ്യമെങ്കിലും തേച്ച് ഉരച്ച് കഴുകിയെടുക്കുക. അതിലൊരു ബ്ലാക്ക് കളറിലൊരു ഡസ്റ്റ് ഉണ്ടാകും. അതൊന്ന് പോകുന്ന വരെ നമ്മൾ തേച്ച് ഉരച്ച് കഴുകിയെടുക്കണം. കഴുകിക്കഴിഞ്ഞ് ശേഷം ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് നോക്കുക. അതിൽ ബ്ലാക്ക് കളർ പൊടിയോ ഒന്നും കാണുന്നില്ലെങ്കിൽ പാത്രം നീറ്റായി എന്നാണ് അർത്ഥം. അങ്ങനെ കാണുകയാണെങ്കിൽ വീണ്ടും അതൊന്ന് തേച്ച് ഉരച്ച് കഴുകിയെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഷീറ്റ് അയൺ പാത്രം ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ ചൂടായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചൂടാക്കി എടുക്കുക എല്ലാ പാത്രങ്ങളും. അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു സിലിക്കൺ ബ്രഷോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ ഉപയോഗിച്ചിട്ട് നമ്മുടെ സാധാ കുക്കിംഗ് ഓയിൽ തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. അകത്തും പുറത്തും എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ട് ചൂടോടുകൂടി തേക്കുമ്പോൾ ശ്രദ്ധിക്കുക കൈ പൊള്ളാതിരിക്കാനായിട്ട്. ഒരു ക്ലോത്ത് വെച്ചിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു സിലിക്കൺ ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുത്തതിന് ശേഷം ചൂടാറാൻ വെക്കുക. ചൂടാറാൻ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലപോലെ ഒരു സ്പോഞ്ച് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ തേച്ച് കഴുകിയെടുക്കണം. ഇതേ പ്രൊസീജിയർ തന്നെ ഒരു 3 to 4 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം തന്നെ നമ്മുടെ ഷീറ്റ് അയണിൻ്റെ പാത്രം നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം പോലെ സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എന്ത് നമ്മൾ അതിൽ കുക്കിംഗ് ചെയ്യുകയാണെങ്കിലും ഒട്ടിപ്പിടിക്കാതെ നല്ല നീറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതുപോലെ ഞാനൊരു 3 to 4 പ്രാവശ്യം ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അയൺ പാത്രങ്ങളിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഏകദേശം നമ്മളൊരു 6 മാസം വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ സ്ക്രാച്ചസോ ഒന്നും ഇല്ലെങ്കിൽ ഏകദേശം ഒരു വർഷം വരെ നമ്മൾ യൂസ് ചെയ്യാം. അതിൽ ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് അത്രയും കേടാണ്. അപ്പോൾ കൂടുതലും നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള അയൺ പാത്രങ്ങൾ ഇല്ലെങ്കിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള പാത്രങ്ങളാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാം വളരെ പെട്ടെന്ന് റെഡിയാവാനും പിന്നെ ടൈം കുറവായതുകൊണ്ട് തന്നെ ബിസി ലൈഫ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അയൺ പാത്രത്തിൽ ഒരു പാത്രമെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. ഒരു പാത്രമെങ്കിലും വാങ്ങി ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പം ഞാൻ എല്ലാ പാത്രങ്ങളും ഇതുപോലെ ഹീറ്റ് ചെയ്തിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മളൊന്നും കൂടി വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആ സവോള സ്പ്രെഡാവുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ സവോള വെച്ച് മൊരിയിച്ചെടുക്കുമ്പോൾ നമ്മുടെ പാത്രം ഷീറ്റ് അയൺ പാത്രം നല്ല നോൺ സ്റ്റിക്ക് പാത്രം പോലെ
പെട്ടെന്ന് തന്നെ ഒട്ടാതെയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതെല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ഇതേപോലെ സവോള ഒരു ബ്രൗൺ കളറാവുന്ന വരെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന പോലെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കുറച്ച് സോപ്പ് ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. എന്നിട്ട് വെയിലത്ത് വെക്കുകയോ ഇല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചെടുക്കുകയോ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കുക. ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പ്രൊസീജിയറാണ്. നമ്മുടെ പാത്രങ്ങൾ സാധാ പാത്രങ്ങൾ കഴുകി എടുത്ത് വെക്കുന്ന പോലെയല്ല. ഈ പാത്രങ്ങൾ കഴുകിയതിന് ശേഷം ഒന്നില്ലെങ്കിൽ വെയിലത്ത് വെക്കുക, ഇല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഹീറ്റ് ആക്കിയതിന് ശേഷം ഒരു ഓയിൽ എന്തെങ്കിലും നമ്മുടെ കുക്കിംഗ് ഓയിൽ തേച്ചിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും തേച്ചിട്ട് എടുത്ത് വെക്കുക. ഹീറ്റ് ആക്കിയില്ലെങ്കിലും നമ്മളൊരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം തുടച്ചെടുത്തതിന് ശേഷം മാത്രം ഓയിൽ തേച്ചിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കാലം ഫുള്ളായിട്ട് ഈ പാത്രങ്ങൾ ഉണ്ടാവും. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പാത്രങ്ങൾ നമുക്ക് അടിപൊളിയായി ഉപയോഗിക്കുകയും ചെയ്യാം. ഉപയോഗിക്കും തോറും ഇത് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും, നോൺ സ്റ്റിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ നിങ്ങൾ അയൺ പാത്രങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇതേപോലെ സീസണിങ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അയൺ പാത്രങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തത് നമ്മൾ പുളി ഉപയോഗിച്ചിട്ടുള്ള കറികൾ ഉപയോഗിക്കാതിരിക്കുക, അതുമാത്രം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയും വയ്ക്കുക. അതിൽ തന്നെ സ്റ്റോർ ചെയ്യാതെ സൂക്ഷിച്ചാൽ മതി. മൺപാത്രവും പിന്നെ അയൺ പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ മിക്കവാറും ഒഴിവാക്കാൻ നോക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇതുപോലെ സീസണിങ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് നിൽക്കുന്നതായിരിക്കും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഷെയർ ചെയ്യുക, അതിന് ശേഷം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.